മായയെ വിളിക്കൂ. മായ ഇവിടെ ഇല്ല. പിന്നെ അവളെവിടെയാ? എനിക്കെങ്ങനെ അറിയാം? മായ ഇന്നിവിടെ വന്നിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. സത്യത്തിൽ എന്താ മിസ്റ്റർ നിങ്ങളുടെ പ്രശ്നം? എന്തിനാ ഇവിടെ കയറി നിറങ്ങുന്നത്? എല്ലാം മറന്നുവല്ലേ? എന്റെ ജീവിതവും കരിയറും താൻ കുട്ടിച്ചോറാക്കിയത് മറന്നു. അതൊന്നും എന്റെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമല്ല. കരിയറും ജീവിതവും ഒക്കെ തകർത്തത് നിങ്ങൾ തന്നെയാണ്. ഞാനത് റിപ്പോർട്ടിംഗ് മാത്രമാണ് ചെയ്തത്. റിപ്പോർട്ടിംഗ്? അപ്പോഴേക്കും അമ്നേഷ്യ വന്നു. മറക്കണം, അതാണല്ലോ സൗകര്യം. ഒന്നും മറന്നിട്ടില്ല ബാലി. അന്ന് അറിഞ്ഞതെല്ലാം പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പുറം ലോകം കാണില്ലായിരുന്നു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ആ പാവം ഭാഗ്യേച്ചിയെ ഭ്രാന്താലയത്തിൽ വരെ എത്തിച്ചില്ലേ നിങ്ങൾ? പാവം ഭാഗ്യേച്ചി, അവളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ആദ്യകാലം മുതൽ രോഗിയായിരുന്നവൾ. മനോരോഗി എന്ന് വെച്ചാൽ ശുദ്ധ ഭ്രാന്ത് എന്നർത്ഥം. ഒരു ഭ്രാന്തി വന്ന് പറഞ്ഞതെല്ലാം നിങ്ങളങ്ങ് വിശ്വസിച്ചു. ഞാൻ കൊലയാളിയാണെന്നല്ലേ അവൾ പറഞ്ഞത്? ഭാഗ്യേച്ചിക്ക് ഭ്രാന്തായിരുന്നില്ല. നിങ്ങളാണ് അവരങ്ങനെ ആക്കിയത്. സൂക്ഷിച്ച് സംസാരിക്കണം. അതെ, ഇത് എന്റെ ഇടമാണ്. ഇവിടെ വന്ന് ഗുണ്ടായിസം കാണിച്ച താൻ വിവരം അറിയും. എന്ത് ചെയ്യൂടാ? എന്നെ അടിച്ചിട്ട് ഇവിടുന്ന് വന്നതുപോലെ പോവാന്ന് വിചാരിക്കണ്ട. നീ ആള് കൊള്ളാവല്ലോ. എന്നെ നേരിടാൻ കൂലിപ്പട്ടാളത്തെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? മിടുക്കൻ, മിടുമിടുക്കൻ. പക്ഷെ ഓർത്തോ, ഞാൻ തനിച്ച നിന്നെ നേരിടാൻ പോകുന്നത് ദാ ഈ വെറും കൈകൊണ്ട്. തീർത്തുകളയും ഞാൻ. കാത്തിരുന്നു. മുരളീകൃഷ്ണൻ ഇന്നു മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സർ. സത്യത്തിൽ ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ ജീവൻ. അയാളുമായിട്ട് 1 മണിക്കൂർ ചെലവഴിക്കണം. ഡോക്ടർ ജീവൻ സൈക്കാട്രിസ്റ്റ് അല്ലേ? അതെ. തെറ്റിദ്ധരിക്കണ്ട, ഒരു ഫോർമൽ മീറ്റിംഗ് മാത്രമാണ്. നിങ്ങളുടെ അഭിരുചികളും മറ്റും അറിയാൻ. അത് വേണോ സാർ? വേണം. നേരെ പറയാമല്ലോ. ഇവിടെ വന്നിട്ട് നിങ്ങളുണ്ടാക്കിയ രംഗങ്ങൾ ഓർമ്മയുണ്ടല്ലോ. മറ്റ് സ്റ്റാഫിന് മുറിയിൽ പൂട്ടിയിട്ടതൊക്കെ മറന്നോ? മുരളി, സമയബന്ധിതമായിട്ട് ചെയ്യേണ്ട വലിയൊരു പ്രോജക്റ്റാണിത്. എനിക്ക് നിങ്ങളുടെ ഡെഡിക്കേഷൻ അത്യാവശ്യമാണ്. എക്സെൻട്രിസിറ്റീസ് അല്ല വേണ്ടത്. അതെനിക്കറിയാം. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. സാറ് ക്ഷമിക്കണം. ഡോക്ടർ ജീവനുമായിട്ടുള്ള മീറ്റിംഗിന് ശേഷം സർ, അതൊന്ന് ഒഴിവാക്കി തരാമോ? ഇല്ല. എന്റെ കണ്ടീഷൻ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ മുരളിക്ക് പോവാം. ഇല്ല സർ, ഞാൻ എന്തിനും തയ്യാറാണ് സർ. ശരി. മുരളി സർ, മായ തുടങ്ങി വെച്ച ചില വർക്കുകളുണ്ട്. ഇളയറാണിയുടെ ചിത്രങ്ങളുടെ ഒരു സീരീസ്. ഉമയാണ് അതിന്റെ മോഡൽ. ഉമയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സീരീസ് ചെയ്യേണ്ടത്.
മോഡലിനെ ഒഴിവാക്കാനാകില്ലെന്നർത്ഥം. ആ, അത് ഞാൻ ചെയ്തോളാം സാർ. രണ്ടുപേരും പൊയ്ക്കോളൂ. കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. ശരി സാർ, താങ്ക് യു. ആ ജീവൻ, ആ ഞാൻ പറഞ്ഞില്ലേ മുരളീകൃഷ്ണൻ അയക്കുന്നുണ്ടെന്ന്. നീ ഒന്ന് സംസാരിക്കണം. ആ നീ പറഞ്ഞ വിചിത്ര ജീവിയല്ലേ, അയച്ചോളൂ. വൈകിട്ട് വിട്ടാൽ മതിടാ. പിന്നെ ആളിത്തിരി സെൻസിറ്റീവാ, സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു രോഗിയായിട്ട് കാണരുതെന്നർത്ഥം. ഓക്കേടാ, സൂക്ഷിച്ചോളാം. ശരി. ഇത് മതിയല്ലോ. എടുക്ക. എടുക്കടാ. ഓ, ഇനി ഇതിൻ്റെ ഒരു കുറവ് വേണ്ട. മാസ് വൈന മധുരം കൂടും. നിനക്കെന്താ പറയാനുള്ളത്? നീ ഇത് കഴിക്ക്, പറയാനൊക്കെ ഉണ്ട്. കഴിക്കടാ. പഴയ രസമൊക്കെ പോയടാ. ജീവ, ഇത് വെറും 6 മാസത്തെ പ്രോജക്റ്റാ. നീ കാര്യം വെക്കണ്ട, സമയം പറന്നു പോവും. 6 മാസമല്ല, ആ വൃത്തികെട്ടവനെ 6 മിനിറ്റ് പോലും സഹിക്കാൻ പറ്റില്ല എനിക്ക്. നീ എത്ര വേഗമാണ് എല്ലാം മറക്കുന്നത് സതീശ? നീ ഓർക്കുന്നുണ്ടോ അവൻ സർപ്പത്തെ വരച്ച്? അതെങ്ങനെ മറക്കാനാ? ആദ്യം കണ്ടത് റിയൽ സർപ്പത്തെ അല്ലേ? അതെ. പിന്നെയാണ് അവൻ സർപ്പത്തെ വരച്ചത് നീ കണ്ടത്. അതിലൊരു മിസ്റ്ററി ഉണ്ടായിരുന്നു. മിസ്റ്ററി കുന്തം. അവൻ പിടിച്ചിട്ടാടാ സർപ്പത്തെ. നീ എന്താ ഇങ്ങനെ? അതെടാ, അവിടെ വന്നിട്ട് ആ ചെറുക്കൻ ചെയ്തത് മുഴുവൻ ഇത്തരം ഹിസ്റ്റീരിയ കുടായ്പകളാ. സതീശേ, എല്ലാം മുൻകൂട്ടി പഠിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് അവൻ ചെയ്യുന്നത്. ഇവിടെ വന്നവൻ താമസിക്കുന്നത് പോലും എനിക്കുറപ്പാ മുരളീകൃഷ്ണൻ എന്തോ ദുഷ്ടലാക്കുണ്ട്. ഇതൊക്കെ നിന്റെ തോന്നലല്ല. എന്റെ അനാലിസിസ് ഒരിക്കലും അങ്ങനെ തെറ്റില്ല. നീ ഇതെവിടെയായിരുന്നു? പറയാം. നീയൊന്ന് മാറിയപ്പോഴേക്കും വേറെ ചിലരിവിടെ ഇടിച്ചു കയറി. കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ പുകച്ച് പുറത്തെ അടിച്ചെന്നും വരും. എന്തും ചെയ്യാൻ പാടില്ലാത്ത ജാതിയാ. സതീഷ് സാറിന്റെ വീട്ടിലാ ബോർഡിങ്. ഇത്തവണത്തെ വരവ് രണ്ടും കൽപ്പിച്ചാ. മായ, എന്താ നിന്റെ പ്രശ്നം? ബാലിനെ തല്ലി ഊറക്കിട്ടെന്നാണല്ലോ കേട്ടത്. പോടാ. അയാൾ നിന്നെ വിട്ടുപോകാൻ വേണ്ടി ചില പൂജകളൊക്കെ ഞാൻ നടത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ടെന്തിനാ ഇവളെ സ്വന്താക്കാനാ? എന്തേ, വല്ല കുഴപ്പമുണ്ടോ? എടാ അനൂപേ, ഇവള് വെള്ളാനയാ. നിന്നെ കുത്തുവാള എടുപ്പിക്കും. ഡി നീ ആള് കൊള്ളാലോ. കൂടെ നിന്നിട്ട് പിന്നെ നൂത്തുന്നോ? ആദ്യം ഈ പെണ്ണുങ്ങളെ തനി സ്വഭാവ, ഒന്നിന് മറ്റൊന്നിനെ കണ്ടുകൂടാ. ഹലോ മേ. ഞാനൊന്ന് മാറി നിന്നപ്പോ ഇവിടെ 2 യൂണിയനായല്ലോ. കൊള്ളാം, നല്ല ഭാവിയുണ്ട്. നീ ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിച്ചു. ആ സാർ. ആ എന്താ ഉമ്മേ? സാർ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മായ വന്ന് നിപ്പുണ്ട്. പൂവോ?
അവള് നല്ല പെയിൻറ്ററൊക്കെയാ, പക്ഷേ നമുക്ക് കുറച്ച് പ്രശ്നമാവാൻ വഴിയുണ്ട്. അതെന്താ? സാറിനറിയാലോ, അവളുടെ ഭർത്താവ് സഞ്ജയ് ബാലി അന്ന് ഇവിടെ വന്നുണ്ടാക്കിയ പുകില്. അതിനിയും കൂടാനേ വഴിയുള്ളൂ. രണ്ടും തമ്മിൽ നല്ല അടികശലെന്നാ കേട്ടത്. ഓ, ഇവിടെ മായ കൊണ്ട് വേറെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെന്താ? ആ പുതിയതായി വന്ന അനൂപും മായയും തമ്മിൽ അടുപ്പമുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. സംശയം മാത്രമേ ഉള്ളോ അതോ? സംശയമല്ല, പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇനി അത് വഷളാകാനും സാധ്യതയുണ്ട്. ആട്ടെ, ഉമ ഈ സ്ഥാപനത്തിൽ എന്തിനാ വന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ഉമയെ ഞാൻ എന്തിനാ ഇവിടെ നിയമിച്ചത്? അത് മോഡലാകാൻ. ആണല്ലോ. എങ്കിൽ ആ ജോലി മാത്രം ചെയ്താൽ മതി. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണ്ട. മനസ്സിലായോ? ശരി സാർ. ശരി, വയ്ക്കൂ. പിന്നെ മേലിൽ ഇത്തരം ചീപ്പ് പൊളിറ്റിക്സുമായിട്ട് എൻ്റെ അടുത്ത് വരരുത് കേട്ടോ. മായോട് വരാൻ പറ. മായേ, സതീഷ് സാർ വിളിക്കുന്നു. സാറിനെ വിളിച്ചല്ലേ? മുരളി, പുറത്തേക്കൊന്ന് വരുമോ? എന്തിനാ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അയാൾ ഇത്ര മോശക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല. നിന്നോട് അയാൾ മോശമായിട്ട് പെരുമാറെങ്കിൽ അതിന് പരിഹാരമുണ്ട്. എന്ത്? ഒരു പരാതി എഴുതാ, ബാക്കി ഞാൻ ഏറ്റു. എന്നിട്ട് എന്തിനാ? എഴുതുമ്പോൾ കുറച്ച് കൂട്ടി തന്നെ എഴുതണം. ദേഹത്ത് തൊടാൻ ശ്രമിച്ചു എന്നൊക്കെ. അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാൻ മായയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഇഷ്ടമായില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. അതാ ഉണ്ടായത്. ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ പരാതി കൊടുക്കുമ്പോൾ കുറച്ച് കടുപ്പിച്ച് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അത് നിൽക്കില്ല. മാനവേന്ദ്രൻ സാറിനാണോ പരാതി കൊടുക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം, എന്നാലും ശരിയാവും. അയ്യോ മുരളി, അതൊന്നും വേണ്ട. അത്രയ്ക്കൊന്നും ഉണ്ടായില്ലല്ലോ. നിന്നോട് ആൾ ചൂടായില്ലേ? ഉവ്. നിന്നോട് ആരെങ്കിലും മോശമായിട്ട് സംസാരിച്ച എനിക്ക് ഇഷ്ടാവില്ല, അതാ. അതൊക്കെ ശരി തന്നെ, പക്ഷേ പരാതി ഒന്നും കൊടുക്കണ്ട. ശരി, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. നമുക്ക് മായയല്ലേ ഒഴിവാക്കേണ്ടത്. അതിനുവേണ്ടി എന്തെങ്കിലും. ഞാൻ വേറെ വഴി നോക്കാം. ചിലപ്പോൾ സഞ്ജയ് ബാലി എന്നെ അവളെ വിളിച്ചോണ്ട് പോകും. അതാ നല്ലത്. അതെങ്ങനെ? വഴിയുണ്ട്. ആ ഹോസ്റ്റലിലെ താമസം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്നേ. പക്ഷെ അവിടെ അയാൾ വന്നു. ഓ, അത് ശരി. എന്നിട്ട് അവിടെ എന്താ ഉണ്ടായേ? ബഹളം ഉണ്ടാക്കിയോ? പേടിച്ചത് അതാണ്, പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാ. വിസിറ്റിംഗ് റൂമിൽ ഞാൻ ചെല്ലുമ്പോൾ ആളവിടെ ഉണ്ട്. അഴുക്ക് വേഷമണിഞ്ഞ് കുളിക്കാതെ അവശ നിലയിൽ. എന്നെ കണ്ടപാടെ കാൽക്കലേക്ക് വീണ് കരയാനും തുടങ്ങി. ആരെങ്കിലും കാണുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഭാഗ്യം, അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കരച്ചിലിന്റെ സ്വരം കൂടിക്കൂടി വന്നപ്പോൾ എനിക്ക് വീണ്ടും പേടിയായി. ആരെങ്കിലും കണ്ടാൽ എന്ത് നാണക്കേടാ. ഒടുക്കം കൂടെ ചെല്ലാമെന്ന് ഞാൻ സമ്മതിച്ചു. പലവട്ടം ഇത് ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ കരച്ചിൽ കാണുമ്പോൾ ഞാൻ തോറ്റുപോകും. എന്റെ വാശിയെല്ലാം അലിഞ്ഞില്ലാതായിപ്പോവും. അതബദ്ധായോ സാർ? ഞാനെന്ത് പറയാനാ? ഇത് മായയുടെ ജീവിതമാണ്. ഞങ്ങൾക്കാർക്കും അതിലൊരു റോളും ഇല്ല. സാർ അങ്ങനെ ഒഴിയരുത്. ഞാൻ സാറിനെ എന്റെ ഗുരുസ്ഥാനത്താണ് കണ്ടിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ സാറ് തിരുത്തി തരണം. അതിരിക്കട്ടെ, നിന്റെ ഡോക്ടറുടെ ആറ്റിറ്റ്യൂഡ് എന്താ? ഇപ്പൊ വളരെ ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ലെന്നേ. ചിലപ്പോൾ തോന്നും കൊച്ചുകുട്ടിയുടെ മനസ്സാണെന്ന്. പിന്നെ ചില നേരത്ത് രാക്ഷസനാവും. അപ്പോൾ ഓടി രക്ഷപ്പെട്ടോളേ വേണ്ടു. മായ വരച്ചു തുടങ്ങിയോ? ഇല്ല, സാറിനെ കാണാതെ ഞാൻ വരയ്ക്കുമോ? ഇനി എന്താ പരിപാടി? കൃത്യമായിട്ട് ഇവിടെ വരുമോ അതോ? കൃത്യമായിട്ടും വരും.
അതിലൊരു സംശയം വേണ്ട. ഗുഡ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മായയുടെ പേരും പറഞ്ഞ് ബാലി ഇവിടെ കയറി ഇറങ്ങാൻ ഇടവരരുത്. അത് പിന്നെ സാർ. അതെങ്ങനെയായാലും മായ തന്നെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ശരി സാർ. പൊയ്ക്കോളൂ. വരയ്ക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. സാർ, ഞാൻ മുങ്ങിയത് കൊണ്ടാണോ മുരളീകൃഷ്ണനെ തിരിച്ചെടുത്തത്? അതും ഒരു കാരണമാണ്. അപ്പോ ഇനി അയാൾ സ്ഥിരമായിരിക്കുമോ? ഒരാളും ഇവിടെ സ്ഥിരമല്ല, മായ പോലും. കൃത്യമായിട്ട് ജോലി ചെയ്യുന്നവരെയാണ് ഈ സ്ഥാപനത്തിന് വേണ്ടത്. ഇയാൾ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ. സാറിനെ ഒന്ന് സല്യൂട്ട് ചെയ്യുന്ന ആരാ സാറ്? നീയാ? ദാ ഇവിടെ നിന്നേക്കാൾ വലുത് ഞാനാ. വേണമെങ്കിൽ എന്നെ സല്യൂട്ട് ചെയ്യും. ഒരു ദിവസം നിങ്ങളെ കൊണ്ട് ഞാൻ സല്യൂട്ട് ചെയ്യും. ആ പൂതി മനസ്സിരുന്ന് പൊടിഞ്ഞു പോകത്തേ ഉള്ളൂ. നമ്മുടെ മാവും പൂക്കും. അപ്പൊ മാങ്ങ പൊട്ടിക്കാൻ വന്നേക്കരുത്. ദാ നിന്നോട് അധികം അടുക്കാൻ പാടില്ലെന്നാ ഈ നാട്ടുകാർ പറയുന്നത്. അതെന്താ? ഇതിനു മുമ്പുണ്ടായിരുന്ന രാവണ്ണൻ തട്ടിപ്പോയതേ നിന്റെ കൂട്ടുകാരനാന്നാ നാട്ടുകാർ പറയണത്. ഇനി ഇത് നിങ്ങളും കൂടെ പറയാനുണ്ടായിരുന്നുള്ളൂ. സന്തോഷായി. ഡാ സത്യത്തിൽ ആരാടാ അയാളെ കൊന്നത്? വിനയനാണെന്നാ പോലീസ് പറയുന്നത്. പക്ഷെ അവനൊന്നുമല്ല. അവൻ മരിച്ചു പോയതുകൊണ്ട് അവനെ തലേ കെട്ടിവെച്ചതാ. പിന്നെ ആരാ? സത്യം പറഞ്ഞ എനിക്കും അതറിയില്ല. ഈ ചിത്രാലയത്തിന്റെയൊക്കെ പിന്നില് വലിയ കക്ഷികളുണ്ടെന്നേ. അവരാരാണെന്നോ അവരുടെയൊക്കെ താല്പര്യമെന്നോ നമുക്കറിയില്ല. എന്നാലും നിനക്കറിയാന്നുള്ള പറഞ്ഞേ. ഹായ് മനു. ഹലോ, ഇന്ന് നേരത്തെ ആണല്ലോ. ആ, മുരളീകൃഷ്ണൻ എന്തോ പുതിയ ഐഡിയ കിട്ടിയിട്ടുണ്ട് അത്രേ. വെളുപ്പിനെ വിളിച്ച് പറഞ്ഞതാ. രണ്ടിനും എന്ത് ഡെഡിക്കേഷനാ ഭഗവാനെ. കൂടുതൽ കളിയാക്കൊന്നും വേണ്ട കേട്ടോ. കളിയാക്കാനോ? ഞാനോ? ഉമ്മക്കുട്ടിയെ ഞാൻ കളിയാക്കുമെന്ന് തോന്നുന്നുണ്ടോ? പോടാ, അധികം പഞ്ചാരയൊന്നും വേണ്ട. വിചാരിച്ച പോലെയൊന്നും അല്ല, നല്ല ബുദ്ധിയുണ്ട്. സാറേ നീ വാടാ, വന്ന് വണ്ടി കയറ്. എന്താ സാറേ? കാര്യം അറിഞ്ഞാലേ നീ കയറത്തുള്ളൂ. എന്താ സാർ? എങ്കിൽ അറിഞ്ഞോ, ഇവിടുത്തെ കാവൽക്കാരനെ കൊന്ന കേസിലാണ് നിന്നെ പൊക്കുന്നത്. വില പിടിച്ച് വണ്ടി കയറ്. ഇനി നിന്റെ അടുത്ത് കൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണോ? വേണോ? വേണ്ട. സാർ ഞാനൊന്നും ചെയ്തില്ല സാറേ. വണ്ടി എടു. ഞാനിവിടെ ഞാനൊന്നും ചെയ്തില്ല സാർ. ഒന്ന് സതീശ സാറിനെ വിളിക്ക്. ഹലോ, സതീഷ് സാറല്ലേ? മനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേ ഇപ്പോ ഇവിടെ വെച്ച്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകാൻ എന്താ സാർ കാര്യം? പെട്ടെന്നല്ല, വളരെ സ്വാഭാവികമാണ് അറസ്റ്റ്. മനസ്സിലായില്ല. കൊല്ലപ്പെട്ട രാമുണ്ണിയുടെ ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ റിസൾട്ട് വന്നു. ഓ, രാമുണ്ണിയുടെ ആമാശയത്തിൽ വിഷം ചെന്നിട്ടുണ്ട്. ഓ അത് ശരി. അപ്പൊ കൊല്ലാനുള്ള ശ്രമം ആസൂത്രിതമായിരുന്നു. അതെ. വിനയൻ വരുന്നതിന് മുമ്പേ മനു രാമുണ്ണിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും മനു അറിയാതെ രാമുണ്ണി വിഷം കഴിക്കാൻ ഇടയില്ല. അയ്യോ, മനു വിഷം കൊടുത്തെന്നാണ് സാറ് പറയുന്നത്? അത് തെളിയിക്കേണ്ട വിഷയമാണ്. പക്ഷേ കേസ് ഇപ്പം മനുവിനെതിരാണ്. രാമുണ്ണി കഴിച്ച ഭക്ഷണം മനു കൊണ്ട് കൊടുത്തതൊന്നും അല്ലല്ലോ. അല്ലെന്നവൻ പറയുന്നു. ആർക്കറിയാം? അഥവാ രാമുണ്ണി കൊണ്ടുവന്ന ഭക്ഷണമാണെങ്കിലും വിഷം ചേർക്കാൻ മനുവിന് ധാരാളം സമയം കിട്ടിയിട്ടുണ്ട്. അല്ല, ആ ചെറുക്കനത് ചെയ്തു സ്ഥാപിക്കാൻ ശ്രമിക്കുകയല്ല. സാധ്യതകൾ നമുക്ക് കണ്ണടയ്ക്കാനാവില്ല. അത്രയ്ക്ക് സോളിഡാണ് തെളിവുകൾ. മനുവിനെതിരെ മറ്റെന്ത് തെളിവാണുള്ളത്? നിങ്ങൾ മനുവിന്റെ പക്ഷത്തുള്ള ആളല്ലേ. എല്ലാം അങ്ങനെ വിട്ടു തന്നാ പിന്നെ ഡിഫൻസ് വളരെ എളുപ്പമാവില്ലേ? പിന്നെ ആദ്യം മുതലുള്ള നിങ്ങളുടെ തിയറി പ്രകാരമാണ് കേസ് ഇപ്പം നടക്കുന്നത്. എന്താ സർ? നിങ്ങൾ പറഞ്ഞില്ലേ വിനയൻ കൊലയാളിയല്ല എന്ന്. ആ നിരീക്ഷണം സത്യമാണെന്ന് തെളിയിക്കാൻ പോവാണ്. നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. നോ സർ, ഈ കൺക്ലൂഷനോട് എനിക്ക് തീരെ യോജിപ്പില്ല.
സ്വാഭാവികം. സർ, മനുവിനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പറ്റില്ല, കോടതി കൊണ്ടുവരിക. ശരി, താങ്ക് യു സർ. ഇത്തിരി വൈകിപ്പോയി. സതീഷ് സാർ വന്നോ? എന്തു പറ്റി? ഇനി എന്ത് പറ്റാനാ? ക്രിമിനലിനെ പോലെയാ മനുവിനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയത്. വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടി വന്നു. അതാണ് എനിക്ക് സങ്കടം. എന്തിനാ മനുവിനെ പൊക്കിയത്? ചെന്ന് നിന്റെ കെട്ടിയനോട് ചോദിക്ക. എനിക്ക് ഉറപ്പാ അയാൾ തന്നെ ഇതിന്റെയും പിന്നില്. ഇതെങ്ങനെയെങ്കിലും ഷട്ടറിട്ട് കാണാൻ പണിയെടുക്കുന്ന ആളാണല്ലോ. അയാളാവാനാണ് സാധ്യത. ഒന്നും അറിയാത്ത ആളെ കുറിച്ച് വെറുതെ പഴിക്കണ്ടാട്ടോ. അറിയാത്ത ആളോ? ബാലിയോ? നീ ഇവിടെ വരയ്ക്കാൻ വന്നത് പോലും അയാളുടെ പ്ലാനിങ്ങാ. എനിക്കതിലൊരു സംശയമില്ല. ഉമ്മേ, നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്ക. പാവം മനു കഷ്ടപ്പാട് കൊണ്ടാ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നത്. അതിപ്പോ വലിയ പാതകായി. മനുവിന്റെ കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷെ ഞാനോ ബാലിയോ ഒന്നും അറിഞ്ഞിട്ടില്ല. അതാണ് സത്യം. ഓ, ഹരിചന്ദ്രന്റെ പേരക്കുട്ടി, നീ ആ മനുഷ്യന്റെ കയ്യിലെ വെറും പാവയാ. അതിപ്പോ സതീഷ് സാറിന് പോലും നന്നായിട്ട് അറിയാം. പക്ഷേ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. അതെ, അതിപ്പോ എല്ലാവർക്കും ചീത്ത പേരായി. പോരെ? നീ വിഷമിക്കണ്ട മായേ. മനുവിന്റെ കേസിൽ എന്താ പറ്റിയെന്ന് ഒരാൾക്കും അറിയില്ല. ഇവരൊക്കെ വെറുതെ പറയുക. അങ്ങനെ വെറുതെ പറയുന്നൊന്നുമല്ല. അയാളൊരു അപകടകാരിയാ. അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത എന്നെ കൈവയ്ക്കൂ. അതിന് ഞാനെന്ത് ചെയ്യാനാ? ബെസ്റ്റ്. കൂടെ ഉള്ളവർക്ക് ഈ ഗതിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നീ ഇങ്ങനെ തന്നെ പറയണം. ഇതിനെയൊക്കെ എങ്ങനെയാ വിശ്വസിക്കുക? ഇവിടെ വരുന്ന എന്നെ ചാരപ്പണി നടത്താൻ. ശരി, ഞാൻ പോവാ. ഞാനായിട്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാക്കില്ല. മായേ, നീ ഇവിടെ നിക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും വേണ്ടായിരുന്നു. വെറുതെ എന്തിനാ അവളെ പിണക്കി വിട്ടത്? കൂട്ടത്തിൽ ഒരാളെയാ പോലീസ് പിടിച്ചു വലിച്ചോണ്ട് പോയത്. ഇത്രയെങ്കിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം? പിന്നല്ലാതെ. എന്തുപറ്റി? സർ, മനുവിനെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടു. ശരിയാ, ചില തെറ്റിദ്ധാരണകളുടെ പുറത്താ. പക്ഷെ ആരും ഇതിന്റെ പിന്നിലുണ്ട്. സാറ് പോയി കണ്ടിരുന്നോ? ഉവ്വ്. പക്ഷേ അവരൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. മനു കൊന്നതാണെന്ന് പോലും പറയുന്നുണ്ട്. അയ്യോ, അപ്പൊ ജാമ്യം കിട്ടില്ല സാർ? അത്ര എളുപ്പമല്ല. കോടതി പോകേണ്ടി വരും. ഇത് ചോദിക്കാനാണോ മായ ഇപ്പോൾ വന്നത്? അല്ല, ഓഫീസിൽ എല്ലാരും എന്നെയാ കുറ്റം പറയുന്നത്. മനുവിന്റെ അറസ്റ്റല്ലോ? അതെ. പക്ഷെ എനിക്കതിലൊരു പങ്കുമില്ല സാർ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. സഞ്ജയ് ബാലിക്ക് ഇതിൽ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാരും അത് തന്നെ പറയുന്നേ. പക്ഷേ പുള്ളി അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതിപ്പം നമുക്കറിയാത്ത കാര്യമാണ്. എന്തായാലും മായ ഇതോർത്ത് വിഷമിക്കണ്ട, അത് മറന്നേക്ക്. പക്ഷേ എല്ലാരും ചേർന്ന് ആക്രമിച്ചപ്പോ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടുപോയി. സാരമില്ല, ഞാൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. സന്തോഷായി. എനിക്കറിയായിരുന്നു സാറിന്റെ അടുത്ത് വന്ന ഒരു പരിഹാരം ഉണ്ടാവുമെന്ന്. ഓക്കെ. അല്ല, ഇനി എങ്ങനെ പോകുന്നേ? കാറിനാ വന്നേ, തിരക്കില്ല. ഇവിടെ വരെ വന്നിട്ട് സാർ ഒരു കപ്പ് കാപ്പി പോലും ഓഫർ ചെയ്തില്ല. അത് ഇനിയൊരു അവസരത്തിലാവാം. എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, അതാ ഈ നേരത്ത് വന്നത്. ഓക്കെ സർ, ഞാനിനി സാറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ബൈ. ബൈ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്.